ഹലോ, ഇന്ന് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും UK സൂപ്പർ മാർക്കറ്റ്സ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. UK കുറേ സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് ഉണ്ട്. ലിഡിൽ, ഹൽഡി, ടെസ്കോ, മോറിസൺസ് അങ്ങനെ കുറേ സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് ഉണ്ട്. പ്രോഡക്റ്റ് റീകോൾ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പലരൊക്കെ അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അതായത് നമ്മൾ മേടിക്കുന്ന ഫുഡ് പ്രോഡക്ട്സിൽ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്സ് ഇത് തിരിച്ചു വിളിക്കും. അതായത് പ്രോഡക്റ്റ് റീകോൾ ചെയ്യും. അത് അവർ ഇതൊരു അലേർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു നോട്ടീസായിട്ടോ ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അത് റിലേറ്റഡ് ആയിട്ടൊരു ലിങ്ക് ഞാൻ എവിടെയെങ്കിലും കൊടുത്തേക്കാം. എവിടെയും കണ്ടില്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കാം കേട്ടോ. കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സേഫ്റ്റീനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത്. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾ എത്തുന്നത് ഈ പേജിലേക്കായിരിക്കും. ഇത് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഏജൻസി food.government.uk പേജാണ്. ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഏജൻസി എന്താണെന്ന് നമുക്ക് പലർക്കും അറിയായിരിക്കും. സോ ഇതെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രോഡക്ട്സിൻ്റെയും നമ്മൾ പോകുന്ന ഹോട്ടൽസിൻ്റെയും ഫുഡ് ഹൈജീൻ റേറ്റിംഗ് ഡിസൈഡ് ചെയ്യുന്ന ഏജൻസിയാണ് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവരുടെ പേജിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോയിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ഫുഡ് റീകോൾസ് കാണാം, അലർജി അലേർട്ട്സ് കാണാം. അതിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഫുഡ് റീകോൾസിനെ പറ്റിയാണ്. സോ ഇഫ് യു ക്ലിക്ക് ഓൺ ലിസ്റ്റ് ഓഫ് റീസെൻറ്റ് റീകോൾസ്, നമ്മളിൽ പലരും ഡെയിലി വിസിറ്റ് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ്സിലെ ഫുഡ് റീകോൾ അലേർട്ട്സ് ആണ് ഇതിൽ വരുന്നത്. സോ ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. സോ നമ്മൾ ഈ റീസെൻറ്റ് ഇപ്പോൾ വന്ന 15th മെയ്യിൽ ലിഡിലൊരു റീകോൾ വന്നിട്ടുണ്ട്. ഈ ലിഡിലിൻ്റെ തന്നെ ഒരു സബ് ബ്രാൻഡാണ് ഈ എലസ്റ്റോ എന്ന് പറയുന്നത്. മേടിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഈ എലസ്റ്റോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കീഴിലാണ് അവർ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇറക്കുന്നത്. ഓക്കെ, അവരുടെ ഒരു റോ ഫ്രൂട്ട് ആൻഡ് നട്ട് ബാർ റീകോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പീസസ് ഓഫ് പ്ലാസ്റ്റിക് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇഫ് യു ആർ കൺസ്യൂമിങ് അല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്സിന് നിങ്ങളിത് കൊടുക്കുവാണെങ്കിൽ ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ കുറേ അലേർട്ട്സ് ഞാനിങ്ങനെ വായിച്ചായിരുന്നു. അതായത് മീറ്റിലും ചിക്കനിലൊക്കെ ബാക്ടീരിയയുടെ പ്രസൻസ് കണ്ടു എന്നും, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ആസ്ഡേയിൽ ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ ബ്രസ്റ്റ് സ്ലൈസസിൽ ഇൻകറക്റ്റ് യൂസ് ബൈ ഡേറ്റ് പ്രിൻ്റ് ചെയ്തു എന്നൊക്കെ. ഓക്കെ, ഇത് ഒരു വഴിയാണ്, നിങ്ങൾക്ക് ഈ ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റ്സ് വിസിറ്റ് ചെയ്യുമ്പോൾ എയ്തർ എൻട്രൻസിൽ അല്ലെങ്കിൽ ഈ നമ്മൾ ബില്ല് പേ ചെയ്യുന്നതിനോട് ടില്ലിൽ ഇതുപോലെ റീകോൾ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ പോകുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്നത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പൈസ ക്ലെയിം ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അപ്പം തന്നെ ആ പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്.